എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോകൾ ഇപ്പോൾ കുറവാണ് ഉണ്ടാക്കണേ. ഷോർട്സാണ് ഇടാറ് കൂടുതൽ. അത് വെജിറ്റബിളും ഫ്രൂട്ട്സും കൊണ്ടുള്ള ഡെക്കറേഷൻസും പിന്നെ ചൂട് സമയമല്ലേ, അപ്പോൾ ഓരോ ജ്യൂസ് ഷേക്കൊക്കെ ഉണ്ടാക്കിയ ഷോർട്സ് ഇടാണ്. ഇടയ്ക്ക് ലോങ് വീഡിയോ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ച ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകാം. ഇത്രയും ചക്കയെ കൊണ്ടുള്ള ഒരു സ്നാക്സ്. ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ. കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് മിക്സിയിലടിക്കണം. ഞാൻ ചക്കയുടെ 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കണേ. ഒരു 250 കപ്പാണ്. അതിന് ഇത്രയും പൊടിയിട്ട് കൊടുക്കണം. ഇത് കോൺഫ്ലവറാണ്. ഒരു 3 സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ചക്ക കൊണ്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് വേവിച്ച ചക്ക ഞാൻ ഒരു മിക്സിയിൽ ഒരു 6 ഏലക്കയുടെ കുരുടുത്തിട്ട് അതും കൂടി കൂട്ടി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാനത് ഓണാക്കാൻ മറന്നുപോയതാണ്. അരിപ്പൊടിയുടെ കോൺഫ്ലവർ കൂട്ടിയിട്ടുള്ള ബാറ്റർ ഞാൻ ഈ ചക്കയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം വെള്ളം വറ്റണം. പൊടിയും ചക്കയും കൂടിയുള്ള ഇത് പെട്ടെന്ന് കട്ട് ആവുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവറും കൂടി ആയപ്പോൾ പെട്ടെന്ന് വേണം. ഇത് ഒന്നും കൂടി വെള്ളം വറ്റണം. പൊടിയും ചക്കയും കൂടി ഉള്ളത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതൊന്ന് നനഞ്ഞെടുക്കാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണേന് തീ കുറച്ചിട്ടിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിത് തീ ഓഫ് ചെയ്യാണ്. പൊടിയുടെയും ചക്കയുടെയും കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചൂടാണ്, ചൂടാറട്ടെ. ഒന്ന് ചൂടാറട്ടെ. ഇനി അപ്പോഴേക്കും നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഒരു പാൻ വെച്ചിട്ട് 2 ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ഞാൻ ഒരു ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത്.
തേങ്ങ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു 4 അച്ചുണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കിയിട്ട് അരിച്ചെടുത്തേക്കുന്നതാണ്. അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളത്തിന് പറ്റിയ തേങ്ങയും ശർക്കരയും കൂടെയുള്ള ഇത് ഫില്ലിങ്ങിനുള്ളത് വെള്ളം വറ്റിയിട്ടുണ്ട്. 3/4 ഭാഗമായിട്ടുണ്ട് വെള്ളം വറ്റി. കുറച്ച് കപ്പലണ്ടി ഞാൻ ഇന്നത്തേക്ക് ഇട്ടിട്ട് കാണും. ഒന്നുകൂടി വറ്റാനുണ്ട്. കപ്പലണ്ടി ഇതിനകത്ത് കിടന്നുള്ള ശർക്കര മധുരം പിടിക്കില്ല. ഞാൻ ചക്കയിൽ ഇത് ഏലക്കായ ഇട്ടേക്കുന്നതാണ്. ഇതിനകത്തേക്ക് ഇത്തിരി ഇത്ര ജീരകം, നല്ല ജീരകം. ഏലക്കായ പൊടിച്ചതുണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെ പൊടിച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് ചക്കയിലിട്ട് ഏലക്കായ അരച്ചത്. എന്നെ ഇത്രയെങ്കിലും സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ദൈവത്തിന് നന്ദി. ഞാനെങ്ങും എത്തിയിട്ടില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഫില്ലിങ്ങിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും മതി. ഇനി അധികം ഉണങ്ങിക്കഴിഞ്ഞാൽ അധികം ഡ്രൈ ആയി പോകും. ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്യണം. പൊടി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് ഒന്നും കൂടി കുഴച്ച് കൊടുക്കണം. ഒന്ന് പരത്തി കൊടുക്കാം. കൈക്ക് വേണമെങ്കിൽ ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ. ഇതുപോലെ ആക്കിയിട്ട് ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ശരിക്കും കൊഴുക്കട്ട ഉണ്ടാക്കുന്ന രീതി തന്നെ നമ്മൾ പൊരിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കണേ. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ പരത്തിയെടുക്കട്ടെ. പഴം കൊണ്ടുള്ള 4 മണി പലഹാരം പൊരിച്ചെടുക്കാനായിട്ട് ഒരു കടായി വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെയാണ് ഞാൻ പരത്തിയെടുത്തേക്കണേ. ഇനി ഇത് ഓയിലിട്ട് പൊരിച്ചെടുക്കാം.
ഓയിൽ ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു വശം ചെറുതായിട്ട് മുരിഞ്ഞുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറിച്ചൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കാം. രണ്ടാമത് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 വെച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേവിക്കാൻ പറ്റുള്ളൂ. ചക്ക കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ടല്ലോ. നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇതൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇത് ഒരെണ്ണം തിന്നാൽ മതി മനസ്സും വയറും നിറയാനായിട്ട്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കുക. ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉള്ള സീസണല്ലേ, ഇപ്പോൾ സീസണായി ചക്കയൊക്കെ ആയി തുടങ്ങിയല്ലോ. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സും കൂടി കാണിക്കണം. തൊട്ടടുത്ത ബെല്ലും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ ഷോർട്സുകളും കുറേ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.